ഹലോ, നമുക്കിന്ന് മോമോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വേവിച്ച ചിക്കൻ, മല്ലിയില, ക്യാരറ്റ്, കാബേജ് ഇതെല്ലാം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് പൊടികളായിട്ട് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് സോയ സോസും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി മോമോസിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ മൈദ മാവ് നല്ലോണം കുഴച്ചെടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി നമ്മളൊരു ചെറിയ പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂടിയോ വെച്ചിട്ട് അത് നല്ലോണം റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട അത്രയും മാവ് പരത്തി നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് നമ്മൾ പരത്തി വെച്ച ഷീറ്റിന്റെ സെന്ററിൽ വെച്ചിട്ട് സൈഡുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഫോൾഡ് ചെയ്ത് ഒരു മോമോസിന്റെ ഷേപ്പിലാക്കി എടുക്കാം. നമ്മൾ പരത്തി വെച്ച ബാക്കിയുള്ള ഷീറ്റിലും ഫില്ലിംഗ് ഒക്കെ ചേർത്ത് നമുക്ക് ബാക്കിയുള്ള മോമോസും കൂടെ റെഡി ആക്കി എടുക്കാം. നമുക്കത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്കത് നല്ലോണം വെന്ത് കിട്ടും. നമ്മുടെ മോമോസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി, സവോള, ഒരു ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമുക്ക് നല്ലോണം വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാം. ഈ തക്കാളിയുടെ തോലില്ലേ അതൊക്കെ ഇങ്ങനെ ഉരുവി വരണം. അതിനുശേഷം നമുക്കൊരു ചെറിയ ജാറെടുത്ത് അതിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ച മിക്സ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വറ്റി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ്, പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഇടണം. കാശ്മീർ മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടിയിട്ട് അത് ഇടണം. പിന്നെ കുറച്ച് സോയാ സോസും പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പില്ലേ അതും കൂടെ ഒഴിച്ച് നല്ലോണം ഇളക്കി ഒന്ന് വറ്റി വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് വിനാഗിരി, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഇതുപോലെ നല്ലോണം വറ്റി നമുക്ക് വരണം. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സോസും മോമോസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.